ഹലോ ഫ്രണ്ട്സ്, ഫെറ്റലാൻഡ് ലീവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോയിൽ ചതുരപ്പയർ കൃഷിയെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞില്ലേ, മഴക്കാലമായ ഇവിടെ വള്ളം ഇറക്കി കളിക്കാമെന്ന്. അന്ന് അതൊരു അതിശയോക്തി കലർന്ന പറച്ചിലായിരിക്കുമെന്ന് നിങ്ങൾക്കൊക്കെ തോന്നിക്കാണും. എന്തായാലും നമുക്ക് എൻ്റെ കൃഷി സ്ഥലത്ത് ഞാൻ ഇത്ര കൃഷിയെല്ലാം ചെയ്ത് വിളവെടുത്ത ആ കൃഷി സ്ഥലത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് വള്ളം ഇറക്കി കളിക്കാം. അവിടെ ഞാൻ ഇപ്പൊ പോകുന്നത് കുറച്ച് ആൾക്കാരെങ്കിലും ഈ കല്ലിന്റെ പുറത്ത് വെച്ച് ഒന്ന് സംരക്ഷിച്ചെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് അത് കണ്ടാൽ. ഹലോ, എൻ്റെ കൃഷിസ്ഥലമാണ് ഈ കാണുന്നത്. ഞാൻ ഇത്രയും ഒരു വർഷം കൃഷി ചെയ്ത് വീട്ടിലെ ആവശ്യത്തിനെടുത്ത പച്ചക്കറി എല്ലാം എടുത്ത കൃഷിസ്ഥലമാണ്. ഇതാ നോക്കിക്ക്, എൻ്റെ ചേനയൊക്കെ ഇങ്ങനെ കൊട നിവർത്തിയൊക്കെ വരുന്നുണ്ട്. ഒരാള് കല്ലിന്റെ പുറത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് നീന്തി കളിക്കുകയാണ്. അവർക്കൊക്കെ വലിയ ഉത്സാഹത്തിൽ നീന്തുവാണ്. അവർക്ക് അറിഞ്ഞൂടല്ലോ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വേരെല്ലാം പോയി അവശതയാവുമെന്നുള്ളത് ഇപ്പൊ അറിയുന്നില്ലല്ലോ. നോക്കിക്കേ, ഇതാണ് എൻ്റെ കൃഷിസ്ഥലം. അപ്പൊ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇതാ ഈ സപ്പോട്ട നോക്കിക്കേ, സപ്പോട്ട, അതുപോലുള്ള പ്ലാവ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ 6 കല്ലിന്റെ പുറത്താണ്. താഴെ 2 കല്ല്, അതിന്റെ മുകളിൽ 2 കല്ല്, അങ്ങനെ 6 കല്ല്, 2 കല്ല് താഴ്ന്നു, 6 കല്ലിന്റെ പുറത്താണ്. മക്കളെ, നിങ്ങൾ ഇതുകൊണ്ടൊക്കെ തൃപ്തിപ്പെട്ടോളണം കേട്ടോ. താഴെ ഇരിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നിങ്ങളങ്ങ് പോകും. അതുകൊണ്ടാണ് ഈ ഒരു കൊച്ചു വാസസ്ഥാനം നിങ്ങൾക്ക് തന്നത്. വലിയ മരമായിട്ട് വളർന്ന് വരുന്ന പ്ലാവാണ്. കണ്ട, അതിനെ കൊച്ചൊരു കൂട്ടിലാണ് ആക്കിയത്. കാരണം ഇവിടെ എനിക്ക് തറയിൽ വെക്കാൻ പറ്റില്ല. ഈ ചെറിയ സ്ഥലത്താണെങ്കിലും തൃപ്തിപ്പെട്ട് നല്ല ഭംഗിയായിട്ട് വളർന്നു തരണം കേട്ടോ മക്കളെ. ഇതേ ഇവിടെ പറ്റുള്ളൂ. അപ്പൊ എൻ്റെ ചതുരപ്പയർ കാണണ്ടേ, അതിന്റെ ഇതിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതാ നോക്കിക്കേ, അവരും വെള്ളത്തിൽ കിടന്ന് നീന്തുവാണ്. കണ്ട, വെള്ളത്തിൽ കിടന്ന് നീന്താണ്. അപ്പൊ ഇതിനെയൊക്കെ ഒരു കല്ലിന്റെ പുറത്തോട്ട് ആക്കി വെക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇത് മാത്രമല്ല, നോക്ക്, ഇങ്ങോട്ട് ചീര നടുന്ന സ്ഥലമാണ്. അവിടെ ഞാൻ ചീരയൊക്കെ വിളവെടുത്ത് അങ്ങ് പോയി. എനിക്കറിയാം ഈ വരുന്ന സമയത്ത് ഇതാണെന്ന്, സ്ഥിതി ഇതാണ് എന്നുള്ള ഒരു സ്ഥിതിയാണ്. വേണ്ട, അമരപ്പയറൊക്കെ നട്ടിരുന്നതാണ്. കുമ്പളം വെള്ളത്തിൽ കിടന്ന് നീന്തുവാണ്. കുമ്പളം, പിന്നെ പാവല് നട്ടിരുന്ന സ്ഥലം, പിന്നെ മത്തൻ, ഇതെല്ലാം ഇങ്ങനെ നീന്തുവാണ്. അതുപോലെ തന്നെ അതാ എൻ്റെ ചേമ്പ് കൃഷിയാണ്. ഇപ്പൊ എന്റെ മുട്ടപ്പം വെള്ളമായി, നിങ്ങൾ കാണുന്നില്ലേ? കാണുന്നുണ്ടോ? മുട്ടപ്പം വെള്ളമായി. ഇവിടാണ് എന്റെ കൃഷി. 1 കിലോ മുളക് ഉണക്കിയെടുത്ത മുളക് തൈകളാണ് ഈ കിടക്കുന്നത്. കുറെയൊക്കെ പോയി. ഏകദേശം നല്ല വറ്റൽ മുളക് 1 കിലോയോളം ഞാൻ ഉണക്കിയെടുത്തു. അത് ഞാൻ ഒരു ഷോട്ടിൽ അത് പൊടിക്കാൻ കൊണ്ടുപോകുന്ന കാണിച്ചു തരാം കേട്ടോ. 1 കിലോ മുളക് ഉണക്കിയെടുത്ത മുളക് കുഞ്ഞുങ്ങളാണ്. അതിന് പകരം അങ്ങനെ നമുക്ക് അങ്ങ് തോറ്റ് പിന്മാറാൻ പറ്റില്ലല്ലോ. അതിന് പകരം ഞാൻ അടുത്ത ട്രിപ്പ് മുളക് നട്ടു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഓണത്തിന് മുളക് വേണ്ടേ, നട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ട മട്ടോവ, വലിയ മരം ആകുന്നതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. തടിക്കൊക്കെ വേണ്ടി ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതിന്റെ അടിയിൽ 6 കല്ലുകളുണ്ട്. 3 കല്ല് വീതമാണ് വെച്ചേക്കുന്നത്. അപ്പൊ ആ 3 കല്ലിന്റെ പൊക്കത്തിലും വെള്ളം കയറി കഴിഞ്ഞു. വലിയ മരമാണെങ്കിലും ഇതുകൊണ്ട് ഇതിനെ തൃപ്തിപ്പെട്ട് ജീവിക്കണം അല്ലേ. നമുക്ക് അങ്ങ് നശിച്ചു പോകുന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്കും ഒന്ന് വളർത്തണ്ടേ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നടത്തണ്ടേ. അപ്പൊ എനിക്കും മരം വളർത്തി അതിനകത്ത് നിന്ന് തന്നെ ഫ്രൂട്ട് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനും ഒരു മളം വരുത്തി. പക്ഷെ അതിന് സ്വതന്ത്രമായിട്ട് വളരാനുള്ള സാഹചര്യമൊന്നും കിട്ടുന്നില്ല. ഇതാണ് അവസ്ഥ. മഴ പെയ്തു കഴിഞ്ഞ ഇനി ഞാൻ പിന്നെ പടവലം കൃഷി ചെയ്തടാ ഇതിനേക്കാൾ ഭയങ്കരമാണ്. മുട്ടിനേക്കാൾ വെള്ളം കയറും. എൻ്റെ കുമ്പളം ഇതിന് കല്ലൊക്കെ അവിടെ റെഡിയാക്കി ഒരാൾ നിപ്പുണ്ട്. കല്ല് കൊണ്ടുവന്ന് നമുക്ക് അത് കല്ലിന്റെ പുറത്താക്കാം. ഞാൻ എന്തായിരുന്നാലും പാവല് മൊത്തം എനിക്ക് നശിച്ചു. ദൂരം അവിടെ പാവലെല്ലാം നശിച്ചു പോയി. ഞാൻ നല്ലതുപോലെ എനിക്ക് പാവലിന്റെ വിളവ് കിട്ടി. അപ്പൊ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അടുത്ത ട്രിപ്പ് ഞാൻ അവിടെ പാവല് നട്ടില്ല, അതിൽ നിന്ന് പറിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കോവല് വലിയ കുഴപ്പമില്ലാതെ ഞാൻ രക്ഷപ്പെടുത്തി എടുത്ത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. അതിനെ സിംഹാസനത്തിന്റെ പുറത്താണ് ഇരുത്തിയേക്കുന്നത് കോവലിന്. അത് 2 ട്രിപ്പ് കല്ല് വെച്ച് അതിന്റെ പുറത്താണ് ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പം വരില്ല എന്ന് തോന്നുന്നു. വെള്ളത്തിന്റെ പുറത്താണ് കോവല്. അടുത്ത പാവലും വെള്ളത്തിലായി പോയി കേട്ടോ. അടുത്ത രണ്ടാമത്തെ
അപ്പം നിങ്ങൾ ചോദിക്കും ആ വെള്ളം ഇല്ലാത്തടത്തോട്ട് മാറ്റി വെച്ചൂടെയെന്ന്. നോക്ക്, വെള്ളം ഇല്ലാത്ത 1 ഇഞ്ച് സ്ഥലം ഇവിടെ ഇല്ല. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇവിടെ വള്ളം ഇറക്കി കളിക്കാന്ന്. ആക്ച്വലി അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്ക് മഴക്കാലമായ വള്ളം ഇറക്കി കളിക്കാം. എനിക്ക് വലിയ വിഷമമൊന്നും ഇല്ല കേട്ടോ, കാരണം ഇതെപ്പോഴും വരുന്നത് തന്നെയാണല്ലോ. അതുകൊണ്ട് ഹ്രസ്വകാല വിളകളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ഞാൻ കൃഷി ചെയ്യുന്നത്. അല്ലാതെ ദീർഘകാലമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കല്ല് പറക്കി വെച്ച് കല്ലിന്റെ പുറത്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ആ ശീമക്കൊന്ന മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇല എടുക്കാൻ വേണ്ടി ഞാൻ മതിലരികെ ഒരു ശീമക്കൊന്ന നട്ടുവെച്ചിട്ടുണ്ട്. അത് വലിയ കുഴപ്പമില്ലാതെ ഈ മതിലരികെ ആയതുകൊണ്ട് പൈനാപ്പിളും വലിയ പ്രശ്നമില്ലാതെ നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ ഇതേപോലെ ചെറിയ ഡ്രമ്മിൽ പൊടിപ്പിച്ച ഒരു പ്ലാവാണ്. കണ്ടോ, അതിന് അല്പം വെള്ളം കയറാൻ, എന്നാലും അതിൻ്റെ അടുത്തൊക്കെ വെള്ളം ആയി കേട്ടോ. അപ്പോൾ അതുപോലെ കുഞ്ഞൻ പ്ലാവ് അതിനകത്ത് നിന്നാണ് പൊടിപ്പിച്ച് വലിയ നല്ല വേരൊക്കെ ആക്കി എടുത്തതിന് ശേഷം ഞാനിവിടെ നട്ടുവെച്ചതാണ്. മാവ് വെള്ളത്തിൽ നിന്നാൽ എനിക്ക് വലിയ കുഴപ്പം വരുന്നില്ല. കണ്ടോ, എൻ്റെ അൽഫോൻസും കോട്ടൂക്കോണും ഒക്കെ എപ്പോഴും വെള്ളത്തിലാണ്. പ്ലാവ് അഴുകി പോകുന്നുണ്ട്. മാവ് വെള്ളത്തിൽ നിന്നാൽ വലിയ കുഴപ്പം വരുന്നില്ല. ഇനി നമ്മുടെ കന്നകടിയ പിന്നെ കത്തിരിക്ക കാണണ്ടേ, ബാട്ടാ ബ്രിഞ്ചാള് വെള്ളത്തിൽ ഓടിക്കളിക്കുന്നതും കൂടെ ഒന്ന് കണ്ടു കളയാം നമുക്ക്. കമ്പ് വെച്ചൊക്കെ നൂത്തി കെട്ടിയേക്കാണ്. ഇനി കുറച്ച് ദിവസം വലിയ പ്രശ്നമില്ലാതെ ഇരിക്കുന്നുണ്ട്. കുറച്ചും കൂടെ ദിവസം കൂടെ വെള്ളം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവരെന്നോട് പിണങ്ങി പോവുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതുപോലെ ചെറിയ ഡ്രമ്മിലാക്കി വളർത്തിയ മുള്ളാത്തയാണിത്. അത് നല്ല വേരൊക്കെ പിടിച്ചിട്ട് താഴോട്ട് വെച്ചത് കൊണ്ടാവാം ഇതും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ പടവലം എല്ലാം പോയി, പടവലം കൃഷിയെല്ലാം പോയി, അതും വെള്ളത്തിലാണ്. വീട് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സകല ഭാഗവും വെള്ളത്തിലാണ്. എന്നാലും ഉണങ്ങി കിട്ടുന്ന സമയത്ത് 1 ഇഞ്ച് പോലും നമ്മൾ ഈ സ്ഥലം വെറുതെ ഇടാറില്ല. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ വെള്ളമൊക്കെ തീർന്ന് നല്ല കൃഷിയൊക്കെ ആയതിനു ശേഷം ഈ വീഡിയോയിൽ കാണിക്കുക. ഇതെല്ലാം എൻ്റെ കൃഷി സ്ഥലങ്ങളാണ്. അവിടെ ആ ഒരു അല്പ സ്ഥലം മാത്രമാണ് രക്ഷപ്പെട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇല്ല ചതുരപ്പയർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്നൊന്ന് നമുക്ക് ആ ചതുരപ്പയറ്, ചില ചതുരപ്പയറിന്റെ വേരെല്ലാം അങ്ങ് താഴോട്ട് പോയി, അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഉള്ള ചതുരപ്പയറിനെ നമുക്കൊന്ന് സിംഹാസനത്തിലൊക്കെ ഇരുത്തി രക്ഷിച്ചെടുക്കാനായിട്ട് നോക്കാം. അതിന് കല്ലൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുഴപ്പമില്ല, രക്ഷപ്പെടും. അപ്പൊ അടുത്തതും നമുക്ക് ഇങ്ങനെ തന്നെ രക്ഷപ്പെടുത്തി നോക്കാം. വേരിളകി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ അങ്ങ് ഓടിപ്പോയില്ല. എനിക്ക് തോന്നുന്നു കുറെ ദിവസം കൊണ്ട് മഴയല്ലായിരുന്ന, അപ്പൊ ആ ഓടിപ്പോയ വേരൊക്കെ നശിച്ചു പോയി കാണും. അതാണ് സംഭവിച്ചത്. വേരെല്ലാം പൊട്ടി കേട്ടാ. ഒരുപാട് പേര് തറയിൽ ഓടിപ്പോയതാണ്. ഞങ്ങള് നേരത്തെ വന്ന് ഇതൊന്ന് നോക്കിയായിരുന്നു വെള്ളം കയറുന്നതിന് മുമ്പ്. ഇതിനെ തൽക്കാലം ഒന്നിന്റെ പുറത്തിരിക്കട്ടെ. ഞാന് ചതുരപ്പയർ കൃഷിയുടെ ആ വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു, കാലം തെറ്റി ചെയ്തത് കൊണ്ട് എനിക്കത് ചതുരപ്പയർ കിട്ടിയില്ല. അപ്പൊ അടുത്ത വർഷം ഈ സമയത്ത് ധാരാളം വിളവ് കിട്ടുമെന്ന് എനിക്ക് ഒരു ഉപദേശം കിട്ടി. അന്ന് ഈ വിളവ് നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് പൊക്കി വെച്ച് ഇതിനെ സംരക്ഷിച്ചെങ്കിൽ മാത്രമല്ലേ നമുക്ക് ആ വിളവ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ പറ്റുള്ളൂ. അതുമല്ല, നശിച്ച് പോകാതെ സംരക്ഷിക്കുന്നെങ്കിൽ നമുക്ക് അത്രയും സന്തോഷമുള്ളൊരു കാര്യമല്ലേ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കൃഷി ചെയ്തെടുത്ത സാധനം നശിച്ചു പോകാന്ന് പറഞ്ഞാൽ, നമ്മൾ ചിരിച്ചൊക്കെയാണ് ഇങ്ങനെ പറയണെങ്കിലും മനസ്സിനകത്തൊരു വിഷമൊക്കെ ഉണ്ട് കേട്ടാ. എന്നാലും ഓരോ സ്ഥലങ്ങളിലുള്ള ഈ ഇതൊക്കെ വെച്ച് നോക്കിയാൽ നമുക്ക് ഇത്രയൊക്കെയല്ലേ വന്നുള്ളൂ. അത് നമുക്കങ്ങ് സഹിക്കാം. വേര് പൊട്ടാതെ അങ്ങ് വെക്കാൻ പറ്റിയല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ചതുരപ്പയർ ഒരു വിധം നമ്മൾ രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചേമ്പൊക്കെയാണ്. ഞങ്ങൾ ഇതിന്റെ കൂടെ ചേമ്പ്, കുമ്പളം, മത്തൻ ഇത്രയും കൂടെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണം. അപ്പം എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.